ആ സത്യം പുറത്തുവന്നതോടെ അവളുടെ ലോകം തന്നെ മാറിമറിഞ്ഞു. നഗരത്തിലെ ഏറ്റവും വലിയതും പ്രശസ്തവുമായ കോളേജിൽ അന്നൊരു പുതിയ സെഷൻ ആരംഭിച്ചിരുന്നു. ക്യാമ്പസിൽ എല്ലായിടത്തും തിരക്കായിരുന്നു. പുതിയ വിദ്യാർത്ഥികൾ, പുതിയ മുഖങ്ങൾ, പുതിയ പ്രതീക്ഷകൾ. അതിനിടയിൽ ഒരു ആൺകുട്ടി പതുക്കെ ഗേറ്റിനുള്ളിലേക്ക് നടന്നു വന്നു. അവൻ്റെ പേര് വിവാൻ എന്നായിരുന്നു. അവൻ്റെ വസ്ത്രങ്ങൾ വളരെ സാധാരണമായിരുന്നു. അല്പം മങ്ങിയ ഷർട്ട്, പഴയ ജീൻസ്, കാലിൽ തേഞ്ഞുപോയ ചെരുപ്പുകൾ, കയ്യിൽ വർഷങ്ങളായി ഉപയോഗിക്കുന്നതുപോലെ തോന്നിക്കുന്ന ഒരു പഴയ ബാഗും ഉണ്ടായിരുന്നു. അവൻ അല്പം മടിച്ചുകൊണ്ട് ചുറ്റും നോക്കുകയായിരുന്നു, ഒരു പുതിയ ലോകത്തേക്ക് എത്തിയതുപോലെ. അപ്പോഴാണ് മുന്നിൽ നിന്ന് ഉച്ചത്തിലുള്ള ചിരി കേട്ടത്. അത് പായലായിരുന്നു. കോളേജിലെ ഏറ്റവും സ്റ്റൈലിഷും ജനപ്രിയയുമായ പെൺകുട്ടിയായിരുന്നു പായൽ. അവളുടെ വസ്ത്രങ്ങളും അവളുടെ രീതിയും അവളുടെ സംസാരവുമെല്ലാം വ്യത്യസ്തമായിരുന്നു. കോളേജിൽ അവൾക്ക് സ്വന്തമായൊരു വ്യക്തിത്വം തന്നെ ഉണ്ടായിരുന്നു. അവൾ കൂട്ടുകാരികളോടൊപ്പം നിൽക്കുകയും ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. വിവാനെ കണ്ടതും അവൾ പെട്ടെന്ന് നിശ്ചലമായി. അവനെ തല മുതൽ കാൽ വരെ നോക്കിയ ശേഷം ചെറിയൊരു പുഞ്ചിരിയോടെ കൂട്ടുകാരിയോട് പറഞ്ഞു, ഏതോ ഗ്രാമത്തിൽ നിന്ന് നേരെ കോളേജിലേക്ക് വന്നതാണെന്ന് തോന്നുന്നു. അവളുടെ കൂട്ടുകാരികൾ ചിരിക്കാൻ തുടങ്ങി. വിവാൻ അതെല്ലാം കേട്ടു, പക്ഷേ ഒന്നും പറഞ്ഞില്ല. നിശബ്ദമായി മുന്നോട്ട് നടന്നു. ആദ്യ ദിവസമായിരുന്നു. ക്ലാസ് ആരംഭിച്ചു. വിവാൻ ഏറ്റവും പിന്നിലെ സീറ്റിൽ പോയിരുന്നു. അവൻ ആരോടും സംസാരിച്ചില്ല. ശ്രദ്ധയോടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പായൽ കൂട്ടുകാരികളോടൊപ്പം ക്ലാസ്സിലേക്ക് വന്നു. വിവാനെ കണ്ടതും അവൾ വീണ്ടും കളിയാക്കി, അയ്യോ, ഇത് തന്നെയല്ലേ അത്, പിന്നിൽ ഇരിക്കുന്ന സ്പെഷ്യൽ സ്റ്റുഡൻറ്റ്. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ചിരിച്ചു. വിവാൻ വെറുതെ തല താഴ്ത്തി. ശേഷം നോട്ട്ബുക്ക് തുറന്ന് എഴുതാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. പായലിൻ്റെ കളിയാക്കൽ പതുക്കെ കൂടിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ അവൾ വിവാന്റെ വസ്ത്രങ്ങളെ കളിയാക്കും, ചിലപ്പോൾ അവൻ്റെ ബാഗിനെക്കുറിച്ച് പരിഹസിക്കും, ചിലപ്പോൾ അവനെ ഒന്നിനും പ്രാധാന്യമില്ലാത്ത ഒരാളെപ്പോലെ അവഗണിക്കും. പക്ഷേ ഒരു കാര്യം വിചിത്രമായിരുന്നു. വിവാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ലായിരുന്നു. മറുപടി പറയുകയുമില്ല. നിശബ്ദമായി എല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ക്യാൻറ്റീനിൽ വിവാൻ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവൻ്റെ മുന്നിൽ ഒരു ചെറിയ ടിഫിൻ ഉണ്ടായിരുന്നു. അതിൽ സാധാരണ ഭക്ഷണമായിരുന്നു. അപ്പോഴാണ് പായൽ കൂട്ടുകാരികളോടൊപ്പം അവിടെ എത്തിയത്. വിവാനെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാവ്, വീട്ടിൽ നിന്ന് ടിഫിനും കൊണ്ടുവരുന്നുണ്ടോ, എന്തൊരു ക്യൂട്ടാണ്. അവളുടെ കൂട്ടുകാരികൾ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. പായൽ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പോലും പണം വേണം, നിനക്കറിയാമോ? വിവാൻ ആദ്യമായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, ബഹുമാനം നൽകാൻ പണം ആവശ്യമില്ല. പായൽ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പക്ഷേ പിന്നീടവൾ ആ കാര്യം ചിരിച്ചു തള്ളി. ആ ദിവസത്തിന് ശേഷം പായലിൻ്റെ മനസ്സിൽ ചെറിയൊരു മാറ്റം വന്നു. പക്ഷേ അവളുടെ അഹങ്കാരം ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അവൾ സ്വയം എല്ലാവരിലും മുകളിലാണെന്നും വിവാൻ എല്ലാവരിലും താഴെയാണെന്നും കരുതിയിരുന്നു. കോളേജിൽ ഒരു വലിയ പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു. എല്ലാവരും ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ജോലി ചെയ്യണമായിരുന്നു. എല്ലാവരും തങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ വിവാന്റെ കാര്യം വന്നപ്പോൾ ആരും അവനെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. അവനെ എടുക്കണ്ട, അവനെക്കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല, അതെ, വെറുതെ ഒരു ഭാരമാകും. ഇങ്ങനെയുള്ള സംസാരങ്ങൾ തുടങ്ങി. ഒടുവിൽ വിവാൻ ഒറ്റക്കായി. പായൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളൂ, എന്തായാലും ഒറ്റയ്ക്ക് കഴിയാൻ നിനക്ക് ശീലമുണ്ടായിരിക്കുമല്ലോ. വിവാൻ ഒന്നും പറഞ്ഞില്ല. തൻ്റെ ഫയലെടുത്ത് നിശബ്ദമായി ലൈബ്രറിയിലേക്ക് നടന്നു. അന്ന് രാത്രി കോളേജിലെ ബാക്കി വിദ്യാർത്ഥികൾ ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ വിവാൻ ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു. അവൻ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക ആവേശമുണ്ടായിരുന്നു. ആരെയെങ്കിലും എന്തെങ്കിലും തെളിയിക്കണമെന്നതുപോലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വയം തന്നെ. അതേസമയം പായൽ കൂട്ടുകാരോടൊപ്പം പാർട്ടിയിലായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ അവളുടെ ശ്രദ്ധ വിവാന്റെ വാക്കുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ബഹുമാനം നൽകാൻ പണം ആവശ്യമില്ല. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു സാധാരണക്കാരനാണെന്ന് താൻ കരുതിയ ആൺകുട്ടിയുടെ വാക്കുകളെക്കുറിച്ച് താൻ എന്തിനാണ് ചിന്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ അധ്യാപകർ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു. ക്ലാസ് മുഴുവനും നിശബ്ദമായി. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. സർ, എനിക്ക് ഉത്തരം പറയാൻ കഴിയും. എല്ലാവരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അത് വിവാനായിരുന്നു. അവൻ വളരെ കൃത്യവും ആഴത്തിലുള്ളതുമായ ഉത്തരം നൽകി. അധ്യാപകൻ പോലും അത്ഭുതപ്പെട്ടു. എക്സലന്റ്, അധ്യാപകൻ പറഞ്ഞു. ക്ലാസ് മുഴുവനും നിശബ്ദമായിരുന്നു. വിവാൻ താൻ കരുതിയതുപോലെ സാധാരണക്കാരനായ ഒരാളല്ലെന്ന് പായലിനും ആദ്യമായി മനസ്സിലായി. പക്ഷേ യഥാർത്ഥ സത്യം പുറത്തു വരാനുണ്ടായിരുന്നു. പായലിൻ്റെ ലോകം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സത്യം. അടുത്ത കുറച്ച് ദിവസങ്ങൾ കോളേജിൽ സാധാരണ പോലെ കടന്നുപോയി. പക്ഷേ ഒരു കാര്യം മാറിയിരുന്നു, പായലിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ അവൾ പഴയതുപോലെ തുറന്ന് വിവാനെ കളിയാക്കാറില്ല. എങ്കിലും അവളുടെ അഹങ്കാരം പൂർണ്ണമായും മാറിയിരുന്നില്ല.
പക്ഷേ ഇപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു. അവസാനം ഈ ആൺകുട്ടി ആരാണ്? അതേസമയം വിവാൻ തൻ്റെ പ്രൊജക്റ്റിൽ പൂർണ്ണ ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയായിരുന്നു. ദിവസവും മണിക്കൂറുകളോളം ലൈബ്രറിയിലിരിക്കും, കുറിപ്പുകൾ തയ്യാറാക്കും, ഗവേഷണം നടത്തും. ചിലപ്പോൾ കോളേജ് അടച്ചതിന് ശേഷവും അവൻ അവിടെ തന്നെ തുടരും. ഒരു ദിവസം പായൽ ഒരു കാര്യത്തിനായി ലൈബ്രറിയിലെത്തി. അവിടെ വിവാൻ ഒറ്റയ്ക്കിരുന്ന് എന്തോ എഴുതുന്നത് അവൾ കണ്ടു. അവൻ്റെ കണ്ണുകളിൽ അതേ ആവേശമുണ്ടായിരുന്നു. പായൽ കുറച്ചുനേരം അവനെ നിശബ്ദമായി നോക്കി നിന്നു. പിന്നെ അവളുടെ മനസ്സിൽ എന്തോ തോന്നി. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? അവൾ അല്പം മടിച്ചുകൊണ്ട് ചോദിച്ചു. വിവാൻ മുകളിലേക്ക് നോക്കി ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, കാരണം എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യമായി പായൽ അവൻ്റെ മറുപടിയിൽ ആകൃഷ്ടയായി. പക്ഷേ അവൾ വീണ്ടും തൻ്റെ രീതിയിൽ പറഞ്ഞു, ഇത്രയും സീരിയസ് ആകേണ്ട കാര്യമെന്താണ്? ജീവിതം കുറച്ചൊക്കെ ആസ്വദിക്കുകയും ചെയ്യൂ. വിവാൻ ചെറുതായി പുഞ്ചിരിച്ചു. എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ല പായൽ. അന്നു മുതൽ പായൽ ഇടയ്ക്കിടെ വിവാനോട് സംസാരിക്കാൻ തുടങ്ങി. എങ്കിലും കൂട്ടുകാരുടെ മുന്നിൽ അവൾ ഇപ്പോഴും അവനിൽ നിന്ന് അകലം പാലിച്ചു. പക്ഷേ ഒറ്റയ്ക്കാകുമ്പോൾ അവൾ വിവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോളേജിൽ പ്രൊജക്റ്റ് സമർപ്പിക്കാനുള്ള ദിവസമെത്തി. എല്ലാ വിദ്യാർത്ഥികളും തങ്ങളുടെ ഗ്രൂപ്പുകളായി തയ്യാറായിരുന്നു. പ്രസൻറ്റേഷൻ ആരംഭിച്ചു. ഓരോ ഗ്രൂപ്പും തങ്ങളുടെ ജോലി അവതരിപ്പിച്ചു. ചിലത് ശരിയായിരുന്നു, ചിലത് മികച്ചതും. പക്ഷേ വിവാൻ്റെ ഊഴം വന്നപ്പോൾ ക്ലാസ്സിൽ മുഴുവൻ ചെറിയൊരു ചിരി ഉയർന്നു. നോക്കാം ഈ ഒറ്റയാൾ എന്തു ചെയ്യുമെന്ന് ആരോ പതുക്കെ പറഞ്ഞു. വിവാൻ സ്റ്റേജിലേക്ക് കയറി. യാതൊരു പരിഭ്രമവുമില്ലാതെ തൻ്റെ പ്രസൻറ്റേഷൻ ആരംഭിച്ചു. ആദ്യ 2 മിനിറ്റിനുള്ളിൽ തന്നെ അന്തരീക്ഷം മാറി. അവൻ്റെ ആശയങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. പ്രസൻറ്റേഷൻ വളരെ വ്യക്തമായിരുന്നു. അവൻ്റെ ആത്മവിശ്വാസം ശക്തമായിരുന്നു. ക്ലാസ് മുഴുവനും നിശബ്ദമായി. അധ്യാപകർ പരസ്പരം നോക്കി. പായലിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വലുതായി. വിവാൻ പ്രസൻറ്റേഷൻ പൂർത്തിയാക്കിയപ്പോൾ കുറച്ച് നിമിഷത്തേക്ക് ഹാളിൽ നിശബ്ദത പടർന്നു. പിന്നീട് ഹാള് മുഴുവനും കയ്യടികളാൽ നിറഞ്ഞു. അധ്യാപകൻ പറഞ്ഞു, ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രൊജക്റ്റാണിത്. പായലിന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. താൻ എപ്പോഴും താഴ്ന്നവനായി കരുതിയിരുന്ന ആ ആൺകുട്ടി അത്രയും കഴിവുള്ളവനായിരിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ മനസ്സിൽ ആദ്യമായി വിവാനോടുള്ള ബഹുമാനമുണ്ടായി. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. അന്നു തന്നെ കോളേജിൽ മറ്റൊരു വലിയ പ്രഖ്യാപനവും ഉണ്ടായി. നാളെ നമ്മുടെ കോളേജിലേക്ക് ഒരു വലിയ കമ്പനിയുടെ ഉടമ വരുന്നു. മികച്ച വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകാനാണ് അദ്ദേഹം വരുന്നത്. കോളേജ് മുഴുവനും ആവേശത്തിലായി. പായലിൻ്റെ കൂട്ടുകാർ പറഞ്ഞു, പായൽ, ഈ അവസരം നിനക്കുള്ളതാണ്. പായൽ പുഞ്ചിരിച്ചു. പക്ഷേ ഇത്തവണ അവളുടെ മനസ്സിൽ മറ്റൊരു പേരുമുണ്ടായിരുന്നു, വിവാൻ. അന്ന് രാത്രി പായൽ തൻ്റെ മുറിയിലായിരുന്നു. പക്ഷേ അവളുടെ ശ്രദ്ധ വീണ്ടും വീണ്ടും വിവാനിലേക്കായിരുന്നു. ഞാൻ അവനെ തെറ്റിദ്ധരിച്ചോ? അവൻ ശരിക്കും വ്യത്യസ്തനാണോ? അവൾ ചിന്തിച്ചു. അടുത്ത ദിവസം കോളേജിൽ വലിയൊരു പരിപാടിയായിരുന്നു. മുഴുവൻ ക്യാമ്പസും അലങ്കരിച്ചിരുന്നു. എല്ലാ വിദ്യാർത്ഥികളും നല്ല വസ്ത്രങ്ങൾ ധരിച്ചാണ് വന്നത്. പായലും ഇന്ന് വളരെ സുന്ദരിയായി കാണപ്പെട്ടു. പക്ഷേ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും വിവാനെ തിരയുകയായിരുന്നു. അപ്പോഴാണ് കോളേജ് ഗേറ്റിന് മുന്നിൽ തിളങ്ങുന്ന ഒരു ആഡംബര കാർ വന്ന് നിന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. കമ്പനിയുടെ ഉടമ വന്നെന്ന് തോന്നുന്നു, ആരോ പറഞ്ഞു. പായലിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ ജീവിതം തന്നെ മാറിമറിയാൻ പോകുകയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. കോളേജ് ഗേറ്റിന് മുന്നിൽ നിന്നിരുന്ന ആ തിളങ്ങുന്ന കാർ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. പതുക്കെ കാറിൻ്റെ വാതിൽ തുറന്നു. അതിൽ നിന്ന് വളരെ പ്രൗഢിയുള്ള ഒരാൾ പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ആത്മവിശ്വാസവുമെല്ലാം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിരവധി പ്രമുഖരും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ഉടൻ മുന്നോട്ട് പോയി അദ്ദേഹത്തെ സ്വീകരിച്ചു. സർ, ഞങ്ങളുടെ കോളേജിലേക്ക് സ്വാഗതം. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും എഴുന്നേറ്റ് അദ്ദേഹത്തെ നോക്കി. പായലിൻ്റെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞിരുന്നു. സ്റ്റേജിലെത്തിയപ്പോൾ പ്രിൻസിപ്പൽ പ്രഖ്യാപിച്ചു, വിദ്യാർത്ഥികളെ, ഇത് മിസ്റ്റർ സന്ദീപ് മെഹ്റ, രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നിൻ്റെ ഉടമ. കയ്യടികളുടെ ശബ്ദം ഹാള് മുഴുവനും നിറഞ്ഞു. സന്ദീപ് മെഹ്റ മൈക്കെടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നിവിടെ ടാലൻറ്റ് കാണാൻ മാത്രമല്ല വന്നത്, അതിനൊരു പ്രത്യേക കാരണമുണ്ട്. എല്ലാവരും പരസ്പരം നോക്കി. പായലിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. പ്രത്യേക കാരണമോ? സന്ദീപ് ജി തുടർന്നു പറഞ്ഞു, എൻ്റെ മകൻ ഈ കോളേജിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ തന്നെ സ്റ്റേജിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഹാളിൽ മുഴുവൻ ചർച്ച തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ടോ? ആരാണത്? പായലിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അപ്പോഴാണ് ജനക്കൂട്ടത്തിൻ്റെ പിന്നിൽ നിന്ന് പരിചിതമായ ഒരു മുഖം മുന്നോട്ട് വന്നത്. പതുക്കെ നടന്ന് സാധാരണ വസ്ത്രത്തിൽ. അത് വിവാനായിരുന്നു. പായലിൻ്റെ കണ്ണുകൾ അവിടെ തന്നെ നിശ്ചലമായി. അവരുടെ മനസ്സ് മരവിച്ചുപോയി. ഇത് സംഭവിക്കില്ല. വിവാൻ സ്റ്റേജിലെത്തി നേരെ സന്ദീപ് ജിയുടെ അടുത്ത് നിന്നു.
സന്ദീപ് മെഹ്റ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, ഇതാണ് എൻ്റെ മകൻ വിവാൻ. ഹാള് മുഴുവനും നിശബ്ദമായി. കുറച്ച് നിമിഷത്തേക്ക് യാതൊരു ശബ്ദവും ഉണ്ടായില്ല. പിന്നീട് പെട്ടെന്ന് എല്ലായിടത്തു നിന്നും കയ്യടികളുടെ ശബ്ദമുയർന്നു. പായലിൻ്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. താൻ എപ്പോഴും പാവപ്പെട്ടവനെന്ന് കരുതിയ, എല്ലാവരുടെയും മുന്നിൽ കളിയാക്കിയ, താഴ്ത്തി കാണിച്ച ആ വിവാൻ ഒരു കോടീശ്വരൻ്റെ മകനായിരുന്നു. അവളുടെ മനസ്സിൽ ഓരോ സംഭവങ്ങളും ഒന്നൊന്നായി ഓർമ്മയായി വന്നു. ക്യാൻറ്റീനിൽ നടത്തിയ കളിയാക്കൽ, ക്ലാസ്സിലെ പരിഹാസങ്ങൾ, എല്ലാവരുടെയും മുന്നിൽ നടത്തിയ ചിരികൾ. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. സ്റ്റേജിൽ സന്ദീപ് മെഹ്റ പറഞ്ഞു, എൻ്റെ മകനോട് ഞാൻ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ്. യഥാർത്ഥ വ്യക്തിത്വം പണത്തിലൂടെയല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വിവാൻ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെച്ച് ഇവിടെ പഠിച്ചത്. ആളുകൾ അവനെ അവൻ്റെ പണത്തെയോ കുടുംബത്തെയോ നോക്കിയല്ല, അവൻ ആരാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിയണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. ഹാള് മുഴുവനും വീണ്ടും കയ്യടികളാൽ നിറഞ്ഞു. അധ്യാപകരും അഭിമാനം കൊണ്ടു. പായലിന് ഇനി അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ പതുക്കെ പുറത്തേക്ക് നടന്നു. അവളുടെ കാലുകൾക്ക് ഭാരം തോന്നി. ഹൃദയം പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞിരുന്നു. കോളേജിലെ ഗാർഡനിലെത്തി അവൾ ഒരു ബെഞ്ചിലിരുന്നു. കണ്ണുനീർ നിർത്താനായില്ല. ഞാൻ എന്താണ് ചെയ്തത്? അവൾ സ്വയം ചോദിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിവാൻ അവിടേക്ക് വന്നു. അവൻ പായലിനെ കണ്ടു. ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, പായൽ. പായൽ തലയുയർത്തി. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അവൾ എഴുന്നേറ്റു. വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ വളരെ മോശമായി മനസ്സിലാക്കി. ഒരുപാട് തെറ്റുകൾ ചെയ്തു. കുറച്ചു നിമിഷം നിശബ്ദത പടർന്നു. പായലിൻ്റെ ഹൃദയം ശക്തമായി മിടിച്ചുകൊണ്ടിരുന്നു. വിവാൻ പതുക്കെ പറഞ്ഞു, നീ ചെയ്തത് നിന്റെ ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ അനുഭവിക്കുന്നതാണ് നിന്റെ യഥാർത്ഥ വ്യക്തിത്വം. പായൽ കരഞ്ഞുപോയി. അന്നേ ദിവസം അവളുടെ അഹങ്കാരം പൂർണ്ണമായും തകർന്നു. ഗാർഡനിൽ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷേ പായലിൻ്റെ മനസ്സിൽ അസ്വസ്ഥതയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിർത്താതെ ഒഴുകി. താൻ പറഞ്ഞ ഓരോ വാക്കും നടത്തിയ ഓരോ കളിയാക്കലും അവൾ ഓർത്തു. ഞാൻ അവനെ എത്രമാത്രം താഴ്ത്തി കാണിച്ചു. പക്ഷെ അവൻ എല്ലായ്പ്പോഴും നിശബ്ദനായിരുന്നു. വിവാൻ അവളുടെ മുന്നിൽ നിന്നു. അവൻ്റെ മുഖത്ത് ദേഷ്യമില്ലായിരുന്നു, ഒരു ശാന്തത മാത്രമായിരുന്നു. ആ ശാന്തത പായലിനെ കൂടുതൽ ലജ്ജിപ്പിച്ചു. പായൽ പതുക്കെ പറഞ്ഞു, ഞാൻ ശരിക്കും മാറാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു അവസരം മാത്രം തരൂ. വിവാൻ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. ശേഷം പറഞ്ഞു, ക്ഷമിക്കുക എളുപ്പമാണ്, പക്ഷേ വിശ്വാസം തിരികെ നേടുക ബുദ്ധിമുട്ടാണ്. ആ വാക്കുകൾ പായലിൻ്റെ ഹൃദയത്തിൽ നേരിട്ട് പതിച്ചു. അവൾ തല താഴ്ത്തി. ഞാൻ ശ്രമിക്കും. അന്നു മുതൽ എല്ലാം മാറാൻ തുടങ്ങി. പായൽ ഇനി പഴയ അഹങ്കാരിയായ പെൺകുട്ടിയായിരുന്നില്ല. അവൾ ക്ലാസ്സിലെ എല്ലാവരോടും തുല്യമായി സംസാരിക്കാൻ തുടങ്ങി. ആരെയും കളിയാക്കാതെയായി. അതിലും പ്രധാനമായി ഇപ്പോൾ അവൾ വിവാനെ ബഹുമാനിക്കാൻ തുടങ്ങി. ഒരു ദിവസം ക്ലാസ്സിലൊരു പുതിയ വിദ്യാർത്ഥി വന്നു. അവൻ്റെ വസ്ത്രങ്ങളും സാധാരണമായിരുന്നു. ചില കുട്ടികൾ അവനെ കളിയാക്കാൻ തുടങ്ങി. ഇവനും പുതിയ വിവാനാണെന്ന് തോന്നുന്നു. എല്ലാവരും ചിരിച്ചു. പക്ഷേ ഇത്തവണ പായൽ എഴുന്നേറ്റ് നിന്നു. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു, മതി, ആരെയെങ്കിലും കളിയാക്കുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ഒരിക്കൽ അവൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ. ക്ലാസ് മുഴുവനും നിശബ്ദമായി. പിന്നിലിരുന്ന വിവാൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. പതുക്കെ പായലും വിവാനും തമ്മിലുള്ള സംസാരങ്ങൾ വർദ്ധിച്ചു. ഇപ്പോൾ അവർ ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് പഠിക്കും, ചിലപ്പോൾ ലൈബ്രറിയിൽ സംസാരിക്കും. വിവാൻ്റെ ലാളിത്യവും ചിന്തകളും പായലിനിപ്പോൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം പായൽ ചോദിച്ചു, നീ ആരാണെന്ന് ഒരിക്കലും പറഞ്ഞില്ലല്ലോ, അതെന്തുകൊണ്ട്? വിവാൻ പുഞ്ചിരിച്ചു. പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ എന്നെ എൻ്റെ പേരിലൂടെയും എൻ്റെ കുടുംബത്തിൻ്റെ തിരിച്ചറിയലിലൂടെയും അറിയുമായിരുന്നു. പായൽ അവനെ നോക്കി. ആദ്യമായി അവൾക്ക് മനസ്സിലായി, വിവാൻ പണക്കാരൻ മാത്രമല്ല, വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണ്. ദിവസങ്ങൾ കടന്നുപോയി. ഇരുവരുടെയും സൗഹൃദം കൂടുതൽ ആഴത്തിലായി. പക്ഷേ പായലിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു പുതിയ വികാരം വളർന്നിരുന്നു. അവൾ അവനെ ഒരു സുഹൃത്തിനേക്കാൾ കൂടുതലായി കാണാൻ തുടങ്ങി. ഒരു വൈകുന്നേരം കോളേജിൻ്റെ ടെറസിൽ നിൽക്കുമ്പോൾ പായൽ ധൈര്യം സംഭരിച്ചു. വിവാൻ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. വിവാൻ അവളെ നോക്കി. പറയൂ. പായൽ അല്പം പരിഭ്രമത്തിലായിരുന്നു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ച് നിമിഷത്തേക്ക് എല്ലാം നിശബ്ദമായി. കാറ്റുപോലും നിലച്ചതുപോലെ തോന്നി. വിവാൻ ഒരു ദീർഘശ്വാസമെടുത്ത് പറഞ്ഞു, പായൽ, നീ വളരെ നല്ല പെൺകുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മുടെ കരിയറിൽ ശ്രദ്ധിക്കണം. ഇത് കേട്ടപ്പോൾ പായലിൻ്റെ മനസ്സ് അല്പം വേദനിച്ചു. പക്ഷേ ഇത്തവണ അവൾ വിവേകത്തോടെ പെരുമാറി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ കാത്തിരിക്കാം. പക്ഷേ ഇത്തവണ ഒരു തെറ്റും ചെയ്യാതെ. വിവാൻ ആദ്യമായി അവളുടെ തലയിൽ സ്നേഹത്തോടെ കൈവച്ച് പറഞ്ഞു, ഇപ്പോൾ നീ ശരിക്കും മാറിയിരിക്കുന്നു. കാലം പതുക്കെ മുന്നോട്ട് നീങ്ങി. കോളേജിലെ അവസാന വർഷമെത്തി. എല്ലാവരുടെയും മനസ്സിൽ കരിയറിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ടായിരുന്നു. പായലിനും വിവാനും ഇടയിൽ ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള ബന്ധം രൂപപ്പെട്ടിരുന്നു. ഇരുവരും മുമ്പത്തേക്കാൾ കൂടുതൽ പക്വതയുള്ളവരായി. പായൽ പൂർണ്ണമായും മാറിയിരുന്നു. അവളിനി പഴയ അഹങ്കാരിയായ പെൺകുട്ടിയല്ല,
മറിച്ച് ബുദ്ധിയുള്ള, ദയുള്ള, കഠിനാധ്വാനിയായ ഒരു വ്യക്തിയായി മാറിയിരുന്നു. അവൾ പഠനത്തിലും ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്വയം മെച്ചപ്പെടുത്താനും ശ്രമിച്ചു. വിവാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന് പായലിനെക്കുറിച്ച് അഭിമാനം തോന്നി തുടങ്ങി. ഒരു ദിവസം കോളേജിൽ ഫെയർവെൽ പാർട്ടി നടന്നു. എല്ലാ വിദ്യാർത്ഥികളും അണിഞ്ഞൊരുങ്ങിയാണ് എത്തിയത്. സംഗീതം, നൃത്തം, ചിരി, എല്ലായിടത്തും സന്തോഷത്തിൻ്റെ അന്തരീക്ഷം. പായൽ ഇന്ന് വളരെ സുന്ദരിയായി കാണപ്പെട്ടു. പക്ഷേ അവളുടെ മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാം അവസാനിക്കും. ഒരുപക്ഷെ നമ്മൾ വേർപിരിഞ്ഞേക്കാം. അപ്പോഴാണ് വിവാൻ അവളുടെ അടുത്തേക്ക് വന്നത്. നീ ഒരുപാട് മാറിയിരിക്കുന്നു പായൽ. പായൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ കാരണമാണ്. കുറച്ച് നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിവാൻ പറഞ്ഞു. നീ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നീ കാത്തിരിക്കുമെന്ന്. പായലിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അതെ, അവൾ പതുക്കെ പറഞ്ഞു. വിവാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഇനി കാത്തിരിപ്പ് അവസാനിച്ചു. പായലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതായത്? വിവാൻ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അതായത് ഇപ്പോൾ എനിക്കും നിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ ഈ ബന്ധത്തിന് ഒരു പുതിയ പേര് നൽകാം. പായലിൻ്റെ സന്തോഷത്തിന് അതിരില്ലാതായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. പക്ഷേ ഇത്തവണ അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു. അതെ, എനിക്ക് സമ്മതമാണ്, അവൾ പതുക്കെ പറഞ്ഞു. ആ നിമിഷം ഇരുവരുടെയും കഥ ഒരു പുതിയ തുടക്കത്തിലേക്ക് മാറി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കോളേജ് അവസാനിച്ചു. വിവാൻ തൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ട് അവൻ സ്വയം തെളിയിച്ചു. പായലും തൻ്റെ പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലി നേടി. കാലം കടന്നു പോകുന്തോറും ഇരുവരുടെയും ബന്ധം കൂടുതൽ ശക്തമായി. ഇപ്പോൾ അതിൽ അഹങ്കാരമോ തെറ്റിദ്ധാരണയോ ഇല്ലായിരുന്നു. വിശ്വാസവും ബഹുമാനവും യഥാർത്ഥ സ്നേഹവും മാത്രമായിരുന്നു. ഒരു ദിവസം വിവാൻ പായലിനോട് പറഞ്ഞു. അന്ന് നീ എന്നെ പാവപ്പെട്ടവനെന്ന് കരുതി കളിയാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇത്രയും അടുത്തു വരുമായിരുന്നില്ല. പായൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും മാറാൻ കഴിയുമായിരുന്നില്ല. ഇരുവരും ചിരിച്ചു. അതിനുശേഷം രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ പായലിൻ്റെയും വിവാൻ്റെയും വിവാഹം ഭംഗിയായി നടന്നു.